നിങ്ങളിൽ അഭിനയിക്കാൻ വന്നു കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് കമ്പാരിസൺ വരാനായിട്ട് പോകുന്നത് ഹാഷറായിട്ട്. ഉറപ്പായിട്ടും അടുത്ത ഹാഷർ നിങ്ങളിൽ ആരാവും ഏറ്റവും വലിയൊരു കാര്യം. അപ്പൊ പേഴ്സണലി ആളുകളൊന്നും ഉപദേശിച്ചിട്ടുണ്ടോ ഹാഷറിനെ പോലെ തുടങ്ങണം, അല്ലെങ്കിൽ ഹാഷർ എത്തി അപ്പൊ അറിയാലോ ഹാഷറിന്റെ ഒരു റേഞ്ച് അറിയാലോ, നിങ്ങളിൽ നിന്നൊക്കെ അതാണ് പ്രതീക്ഷിക്കുന്നത്, അങ്ങനെ ആളുകൾ ഉപദേശിക്കുക അങ്ങനത്തെ ഒരു പ്രഷർ എടുക്കുകയോ ചെയ്യുന്ന സിനിമ കാണാൻ പോകുമ്പോഴേ ഇൻഫ്ലുവൻസ് സിനിമ കാണാൻ പോകുമ്പോ ചിലപ്പോ ചോദിക്കും കണ്ടോ അവരൊക്കെ അങ്ങനെ പറയാറുണ്ട്. അതിപ്പോ എനിക്ക് സിനിമ തിയേറ്ററിൽ പോകുന്ന ഒരു ഇതായിരുന്നു, കാരണം നമ്മളൊക്കെ ആൾക്കാർ കളിയാക്കുമായിരുന്നു. പിന്നെ കുറെ കഴിഞ്ഞപ്പോ ചോദിച്ചാൽ എന്തിനാ കളിയാക്കട്ടെ എന്തെങ്കിലും നമ്മൾ ദിവസം കയറും. പക്ഷെ ഒരിക്കലും ഹാഷറിനെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ പറഞ്ഞിട്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരാളാണ്. നമ്മള് പണ്ട് ഈ പറഞ്ഞ ടിക്ടോക്ക് ഇൻസ്റ്റയിൽ അല്ലെങ്കിൽ ഇതുപോലെ റീലിന്റെ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തപ്പോ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോ പക്ഷെ നമുക്ക് ആ ടൈമിൽ കുറച്ച് ട്രെൻഡിങ് പോപ്പുലാരിറ്റി കാണുമായിരുന്നു. ആ ടൈമില് നമുക്കുണ്ടായിരുന്നു. പക്ഷെ കുറെ ടൈം നമ്മളെ പതിയെ ലൂസ് ചെയ്യും. ആൾക്കാർ കുറെ കണ്ടു മടുത്ത് കുറെ ഹേറ്റേഴ്സ് വരും. അങ്ങനെ നമ്മളങ്ങനെ നിൽക്കുന്ന ടൈമാണ്. അപ്പൊ ഈ പറഞ്ഞ ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ അടുത്തൊരു ഹാഷർ ആവണം. ഇപ്പൊ ടാർസനൊക്കെ പടത്തിൽ വരെ നന്നായി അഭിനയിക്കുന്നുണ്ട്. അവിടെ നിന്നൊക്കെ ഉപദേശങ്ങൾ വരുന്നുണ്ടോ? ഇങ്ങനെ പടം വേണം എടുക്കാൻ ജോമനൊക്കെ ഉപദേശിക്കുന്നുണ്ടോ? അല്ല, അങ്ങനെയൊന്നുമില്ല. നല്ല പടങ്ങൾ ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട്. കാണുമ്പോഴൊക്കെ പറയണത് നല്ല പടം നല്ല സ്റ്റോറി ഒക്കെ നോക്കിയെടുക്ക് എന്നൊക്കെ പറയും. ഇപ്പൊ നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സിനിമ കാണാൻ പോകുമ്പോഴായാലും നിങ്ങളുടെ റീൽ കാണാൻ പോവുകയാണെങ്കിൽ അതൊക്കെ ജെൻസി ജെന്നാൽഫ കുട്ടികളാണ്. അവരെ പറ്റി നിങ്ങൾ എന്തൊക്കെയാ മനസ്സിലാക്കി? ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട്. എന്റെ വെച്ച് നോക്കുമ്പോൾ കുട്ടികളാണ് തീരെ ഏറ്റവും കൂടുതൽ എന്റെ വീഡിയോസ് കാണുന്ന യൂട്യൂബിൽ ചെറിയ കുട്ടികളാണ്. ഏകദേശം ഒരു 10 വയസ്സിന് താഴെയുള്ള ഏറ്റവും കാണുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാം വരുമ്പോൾ കുറച്ച് മിഡിൽ ആൾക്കാരുണ്ട്. ഫേസ്ബുക്കിൽ തെളിവ് വിളിക്കാൻ വേണ്ടി ഒരു അമ്മമാരുണ്ട്. എല്ലാം ഉണ്ട്. അപ്പൊ എന്റെ കൂടുതലായിട്ടുള്ളത് കുട്ടികളാണ്. പക്ഷെ ഇവന് വരുമ്പോൾ മെച്ചുവർഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ എന്റെ ഫോളോവേഴ്സ്. 30-35 നമ്മുടെ ഏജിനേക്കാൾ കുറച്ച് കൂടിയ ആൾക്കാരൊക്കെ കൂടുതൽ ആൾക്കാർ വിമൻസ് ഒക്കെയാണ്. അങ്ങനെ എല്ലാ ആൾക്കാരും ഉണ്ട്. എല്ലാത്തിനുള്ള ആൾക്കാരും അവിടെ തന്നെ ഉണ്ട്. ചീത്ത വിളിക്കാനും വീഡിയോക്ക് നല്ല കമന്റ്. ഏജ് ഗ്രൂപ്പ് ആരാ വരുന്നത്? ഏജ് ഏറ്റവും കൂടുതൽ വരുന്നത് മറ്റേ 18-24 ആ ഒരു ഏജ് തന്നെയാണ് കൂടുതലും വരുന്നത്. നമ്മളെ ഈ സമ്പ്രദായക്കാരൻ. നിങ്ങളപ്പോ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ ഈ ഓഡിയൻസും അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഫോളോവേഴ്സും പടം കാണാൻ തിയേറ്ററിൽ വന്നാൽ, അതായത് നിങ്ങളുടെ എല്ലാവരും ഫോളോവേഴ്സിന്റെ ഒരു പകുതിയെങ്കിലും ഫസ്റ്റ് വീക്കോ വന്നു കഴിഞ്ഞാൽ തന്നെ ഈ പടം വർക്ക് ആയിരിക്കും ബേസിക്കലി, അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടോ? കാണുന്നവര് നല്ലത് പറയുക എന്നുള്ളത് അല്ല. എനിക്ക് വേറെ കാര്യമുണ്ട്. മറ്റേന്ന് പറയുമ്പോൾ ഫ്രീ ഓഫ് കോസ്റ്റാ. ഫോൺ കണ്ട ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ കാണാം. വളരെ പ്രാക്ടിക്കലായ മനുഷ്യനാണ്. അല്ല ഇത് സിനിമ എന്ന് പറയുമ്പോൾ 10-150 രൂപ കൊടുത്ത് കാണേണ്ട ഒരു സംഭവമാണ്. അപ്പൊ ചിന്തിച്ചേ അവര് പോത്തുള്ളൂ. ഇപ്പൊ ആരഭിനയിച്ചെന്ന് പറഞ്ഞാലും പടം നല്ലതാണെങ്കിൽ ഈ റിവ്യൂ നോക്കി പോകുന്ന ഒരു കാലമാണ് ഇപ്പൊ. പിന്നെ എല്ലാം നോക്കും. ഇപ്പൊ നമ്മളൊരു ഹാഷിന്റെ പടമൊക്കെ പറയുമ്പോ ഹാഷിന്റെ ഒക്കെ പടം റീലൊക്കെ ചെയ്താൽ അപ്പൊ നമുക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവില്ല. തിയേറ്ററിൽ കാണുമ്പോൾ തന്നെ ഡോമാരെ പടം കണ്ടേ പറ്റൂ. ഇപ്പൊ ബ്രോ വാഴ ഇറങ്ങി ഫസ്റ്റ് ഡേ പോയി കണ്ടോ? ചില ആൾക്കാര് അത് റിവ്യൂ നോക്കിയിട്ട് അല്ലേ കാണുള്ളൂ. അതേപോലെ അല്ല, നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ ആയതുകൊണ്ട് എനിക്ക് ഹൊറർ കോമഡി ആണല്ലോ. ഈ ഹൊറർ എന്ന് പറയുന്ന എലമെന്റിൽ തന്നെ നമ്മൾ ഒരുപാട് സെറ്റ് ഓഫ് ക്ലീഷകൾ വെച്ചിട്ടുണ്ട്. അതിപ്പോ ഏത് ഹൊറർ ആയാലും, കോഞ്ചറിങ് ആയാലും ശരി, ഈവിൾ ഡെഡ് ആയാലും ശരി, ഇൻസീരിയസ് ആയാലും ശരി ഒക്കെ, അല്ലെങ്കിൽ ഇപ്പൊ മലയാളത്തിലെ ആകാശഗംഗ ആയാലും ശരി, എല്ലാത്തിനും എസ്രക്കൊക്കെ ഒരു പൊതുവായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ഇതിൽ എന്തൊക്കെ ക്ലീഷകൾ വെച്ചിട്ടുണ്ട്, എന്തൊക്കെ ക്ലീഷകൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കുറെ ക്ലീഷകളിനകത്തുണ്ട്. ക്ലീഷകളില്ലാത്ത പടമില്ല. സംഭവം എടുത്താൽ ഹോസ്റ്റലിന് കുറെ ക്ലീഷകളുണ്ട്, ഇല്ലെന്ന് പറയത്തില്ല. ഹൊറർ സീക്വൻസ് എടുത്താൽ പോലും ക്ലീഷകളുണ്ട്. പക്ഷെ എല്ലാം ഉണ്ട്. പക്ഷെ ഇതിനൊക്കെ മാറിയ ഒരു വ്യത്യസ്ത കഥ പറയുന്നുണ്ട്, ഒരു പ്ലോട്ട് പറയുന്നുണ്ട്. അതെന്തായാലും വെറൈറ്റി തന്നെ ആയിരിക്കും. ആണ് മഹാരാജ ഹോസ്റ്റലിന്റെ ഏറ്റവും ഒരു പ്രത്യേകത. അതിലാണ് എനിക്ക് പടം ഇഷ്ടപ്പെട്ടത്. ഈ പറഞ്ഞ എനിക്ക് അഭിനയിക്കാൻ തോന്നിയത് ആ ഒരു പോയിന്റിലാണ്. ഞാൻ കേട്ടില്ലാത്തൊരു ഒരു ഐറ്റം ഇങ്ങനെ അടുത്ത് കിടപ്പുണ്ട്. ഹൊറർ സിനിമകൾ ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് എന്തായാലും മാറ്റണം തോന്നുന്ന ഒരു ക്ലീഷ എന്താണ്? ചെറിയ കുട്ടി ബാക്ക്ഗ്രൗണ്ടിൽ കരഞ്ഞുകൊണ്ട് ഓടുന്നത്, ഈ പട്ടി പൂച്ച കരയുന്നത്, ആളുകൾ വീട് മാറുന്നത്, എന്തൊക്കെ പ്രധാനുഭവം ഉണ്ടായിട്ട് ആ വീട്ടിൽ തന്നെ താമസിക്കുന്നത്, ഏത് എലമെന്റാ മാറ്റം? ആണി ഇളക്കി വീഴുന്നത്. ഏതാ മാറ്റേണ്ടത്? ഏതാണ് അത്യാവശ്യമായിട്ട് റിമൂവ് ചെയ്യേണ്ട ക്ലീഷ? എനിക്ക് തോന്നുന്നു പണ്ടത്തെ പ്രേതങ്ങൾ വെച്ച് നോക്കുമ്പോ ഇപ്പൊ ഡ്രസ്സിംഗ് ഒക്കെ മാറിയിട്ടുണ്ട്. പ്രേതത്തിന്റെ ക്യാരക്ടേഴ്സ് മാറിയിട്ടുണ്ട്. ഇപ്പൊ ഫുഡ് കഴിക്കുന്ന പ്രേതം, ഷോപ്പിംഗ്, ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്ന പ്രേതം, സാമ്പാർ കഴിക്കുന്ന പ്രേതം. അതെ റോസി ഒക്കെ റോസി എന്നതാണ് എനിക്ക് വെള്ളസാരി മാറി കളർ സാരി അല്ലേ, മഞ്ഞ റോസ് അങ്ങനത്തെ കളർ സാരി ഒക്കെ മാറിയില്ല. എന്റെ ഒരു കൺസെപ്റ്റ് പ്രേതത്തെ അങ്ങനെ കാണിക്കാൻ പാടില്ല. അതൊരു സൂപ്പർ നാച്ചുറൽ പവർ ആയിട്ട് നിൽക്കണം. അപ്പൊ അത് പേടി കറക്റ്റ് ആയിട്ട് കിട്ടും. മറ്റേ പ്രേതത്തെ കാണിച്ച പ്രേതം ഇത്ര ആ ഒരു ഫീൽ വരും. ഏറ്റവും വലിയ ക്ലീഷ അല്ല, ഞാൻ ഇപ്പൊ പറഞ്ഞപ്പോഴാലോചിച്ച് നമ്മൾ ഒരു വീട്ടിൽ താമസിക്കുന്നു, അവിടെ പ്രേതത്തിന്റെ ഒരു
ചെറിയൊരു മൂവ്മെന്റ് നമ്മൾ ശ്രദ്ധയപ്പെടുമ്പോ തന്നെ പിന്നെ അവർ അവിടെ തന്നെ ഈ പടം തീരുന്നവരെ അവിടെ തന്നെ താമസിക്കുന്ന എന്തിനാ. ഞാനൊക്കെയാണ് ചെറിയ പ്രശ്നം തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആ വീടോട്ട് പോകും. ഇവരാ പടം തീരുന്നവരെ ആ വീട്ടിൽ തന്നെ ആയിരിക്കും. ഇംഗ്ലീഷ് പടത്തിലൊക്കെ വെറൈറ്റി, ചെറിയ കൊച്ചിനൊക്കെ ഒരു റൂമൊക്കെ കൊടുത്തു. ഇങ്ങനെ പ്രശ്നമുള്ള സമയത്ത് നമ്മൾ കൂട് കിടത്തൂലേ, അവിടെ അതൊന്നുമില്ല. അങ്ങനെ ആ സംഭവം എനിക്കിപ്പോ ആലോചിക്കുമ്പോൾ ശരിയാണ്. നമ്മളൊരു വീട്ടിലൊരു പ്രശ്നം ഉണ്ട് തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആ വീടങ്ങ് മാറണം. ഓക്കെ, മഹാരാജ ഹോസ്റ്റൽ ഏറ്റവും ചീപ്പ് ആയിട്ടുള്ള ഹോസ്റ്റലായിട്ടാണല്ലോ പടത്തെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഇത്രകാലം ജീവിച്ച ജീവിതത്തിൽ ഏറ്റവും അധികം ചീപ്പായിട്ട് നിന്നിട്ടുള്ള ഒരു സ്ഥലം ഏതായിരിക്കും? ചീപ്പായിട്ട് നിന്നിട്ടുള്ള നമ്മുടെ വീട് തന്നെ ആയിരിക്കും. അല്ല, വീടല്ലാതെ മാറിയുന്നതിൽ ഏറ്റവും ചീപ്പായി നിന്നിട്ടുള്ള ഒരു താമസം, ഒരു ലോഡ്ജോ അല്ലെങ്കിൽ ഒരു ഹോട്ടലോ, അങ്ങനെ ഏറ്റവും ചീപ്പായി നിന്ന സ്ഥലം ഏതായിരിക്കും? ട്രാവൽ ചെയ്യുമ്പോൾ നിൽക്കൂല നമ്മള്. ട്രാവൽ ചെയ്യുമ്പോൾ നിന്നിട്ടുള്ളതൊക്കെ അത്യാവശ്യം എനിക്കങ്ങനെ ചീപ്പൊന്നുമില്ല, എല്ലാ അത്യാവശ്യം. ഞാനിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഹംപി പോയിരുന്നു. അപ്പൊ ഹംപി പോയ സമയത്ത് നാട്ടിലെ ഫ്രണ്ട്സിന്റെ കൂടെ അപ്പൊ നമ്മൾ വിചാരിച്ച സ്ഥലങ്ങൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാ, സ്റ്റേ ചെയ്യാൻ നമുക്ക് ഭയങ്കര ചീപ്പായി. കാരണം രാത്രി കിടക്കാൻ വേണ്ടി മാത്രം ഒരു സ്പോട്ട് മതിയല്ലോ, ബാക്കി നമ്മൾ കൂടുതൽ കാര്യങ്ങളും വേറെ കാര്യത്തിന് പൈസ ചെലവാക്കാന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു ചീപ്പ് ലോഡ്ജ് എടുത്തത്. എന്തായിരുന്നു ചീപ്പായിട്ട് ഉദ്ദേശിച്ചത്? അതായത് റൂമും ഇതൊന്നും അങ്ങനെ വൃത്തിയൊന്നുമില്ല, അങ്ങനെ ഒരു സാധാ ഒരു നമ്മുടെ ഏറ്റവും ലോ ബഡ്ജറ്റിൽ കിട്ടിയ ഒരു റൂം. ലൈഫിൽ ഏറ്റവും അധികം ചീപ്പായി വന്ന സ്ഥലം ഞാൻ ഈ വീഡിയോ ചെയ്ത് തുടങ്ങി 40K ഒക്കെ ഫോളോസ് ആയപ്പോ ഒരു ഷോർട്ട് ഫിലിമിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആലപ്പുഴ നാളത്തെ ബോർഡർ എന്തോ ആണ്. അപ്പൊ അവര് അഭിനയിക്കാൻ അന്നൊരു സ്റ്റേ അവര് തന്നു. അത് ഭയങ്കര വെസ്റ്റ് അതായിരുന്നു. ബാത്റൂം പോലും നേരെ വൃത്തിയില്ലാത്ത അങ്ങനത്തെ. ഷോർട്ട് ഫിലിം ഇറങ്ങിയോ? ഇല്ല. അല്ലല്ല, നമ്മൾ അന്ന് എന്തെങ്കിലുമൊക്കെ അഭിനയിക്കാൻ ആൾക്കാർ വിളിക്കുന്ന പറയുമ്പോൾ നമുക്ക് ഭയങ്കര അങ്ങനെ പൈസ നോക്കിയിട്ടൊന്നുമല്ല, വിളിച്ചല്ലോ എന്നാ പിന്നെ പോയി ചെയ്യാം. പക്ഷെ അല്ലല്ല, ഈ ആളുകൾ രജിസ്ട്രേഷൻ ഫീ എന്നൊക്കെ പറഞ്ഞ് പൈസ വാങ്ങിയത് അങ്ങനെ ഒരുപാട് തട്ടിപ്പുള്ള. ഇല്ല അതങ്ങനെയല്ല, അല്ലാതെ വിളിച്ചതാ. വിളിച്ചു വന്നു. പക്ഷെ അത് എന്തോ കാർഡ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് കോപ്പി ചെയ്തതിന്റെ ഇടയിൽ എന്തോ എറർ വന്നിട്ട് പിന്നെ അങ്ങനെ എല്ലാ ഓപ്ഷനും അങ്ങനെ പറ്റാറുണ്ട്. ഈ പറഞ്ഞ ഇവരുടെ പൈസ കാണത്തില്ല. ഇവരിങ്ങനെ എങ്ങനെ നമുക്ക് തട്ടിക്കൂട്ടി ഒരു പടം എടുക്കണം, സിനിമ കയറുന്ന ലക്ഷ്യം കൊണ്ടായിരിക്കും ഷോർട്ട് ഫിലിം എടുക്കുന്നത്. അവരിലും പൈസ അവിടെ കുറ്റം പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഏറ്റവും ലൈഫിൽ ചീപ്പായി വന്ന സ്ഥലം അങ്ങനെയില്ല. ഞാൻ ഈ യാത്ര തമിഴ്നാട്ടില് എന്റെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് യാത്ര ചെയ്തപ്പോ ഇങ്ങനെ ചീപ്പായിട്ടുള്ള, അതായത് ഫെസിലിറ്റീസ് കുറച്ച് വളരെ കുറഞ്ഞ ഒരു പഴയൊരു ബിൽഡിങ്ങിൽ താമസിക്കേണ്ടി വന്നിട്ടുണ്ട്. അല്ലാതെ അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒന്നും. ഈ കോളേജ്, നിങ്ങളുണ്ടായിരുന്ന ഒരു കോളേജ് കാലഘട്ടത്തിൽ നിന്ന് ഇപ്പത്തെ കോളേജ് ലൈഫ് വെച്ച് നോക്കുമ്പോ എത്ര കാര്യങ്ങൾ മാറിയിട്ടുണ്ട്? എന്തൊക്കെ ആളുകളുടെ ആറ്റിറ്റ്യൂഡ് മാറിയിട്ടുണ്ട്? സ്റ്റുഡൻസിന്റെ അത്ര പ്രായമൊന്നുമില്ല, കോളേജിൽ പഠിച്ചവര് ഒരുപാട് കാലം തന്നെ. ഇപ്പത്തെ കുട്ടികൾ എന്ന് വെച്ചാൽ അവർ നോട്ട്സ് എഴുതുന്നതിനോടായിരിക്കും കംപ്ലീറ്റ്ലി PDF ആയിട്ട് മാറിയിടാം. നമ്മുടെ PDF ഉണ്ട്, അതുപോലെ ഇപ്പൊ എല്ലാ വീഡിയോ ലെക്ചറുകളൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. അവരുടെയും ഈ പറഞ്ഞ പോലെ അന്ന് കോളേജിൽ നിന്ന് ഒരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കുന്ന ക്വാളിറ്റി അല്ല ഇന്ന് കുട്ടികൾ ഷോർട്ട് ഫിലിം ഉണ്ടാക്കുന്ന ക്വാളിറ്റി. അന്ന് കംപ്ലീറ്റ്ലി സെൽഫികളായിരുന്നു ഏറ്റവും വലിയ ട്രെൻഡിങ് എന്ന് വെച്ചാൽ ഇന്ന് അത് കംപ്ലീറ്റ്ലി റീലുകളാക്കി. അങ്ങനെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇപ്പത്തെ കുട്ടികൾ? എനിക്ക് ഈ രാഷ്ട്രീയം പണ്ടൊക്കെ ഭയങ്കര രാഷ്ട്രീയ കൊലയൊക്കെ ഞാൻ പഠിച്ച കോളേജിലൊക്കെ പണ്ട് ഈ രാഷ്ട്രീയത്തിൽ കൊലകളൊക്കെ നടക്കും. അങ്ങനെ നമ്മുടെ അങ്ങനെ ഒന്നും പറ്റി കേൾക്കുന്നൊന്നുമില്ല. ഉണ്ട്, സംഭവം ഉണ്ട്, ലിമിറ്റഡ് ആയി. ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയതുപോലെ ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഈ പ്രണയത്തിൽ എന്തൊക്കെയാ ഷാമൻ മാറ്റങ്ങൾ വന്നിട്ടുള്ളത്? പ്രണയം എപ്പോഴും പൈങ്കിളി തന്നെയാണ്. അല്ല, ഇപ്പൊ പറയാൻ ഈ സിറ്റുവേഷൻഷിപ്പ്, ബ്രെഡ് ക്രംബ്ലിംഗ്, പിന്നെ സോഫ്റ്റ് ലോഞ്ച്, അത് ഞാൻ പറഞ്ഞുതരാം. ഈ കാര്യങ്ങളിലൊക്കെ കഥയുണ്ടോ? ഇതൊക്കെ സത്യാവസ്ഥയാണോ? ഇപ്പൊ പണ്ടത്തെ പോലെ അല്ലല്ലോ, എല്ലാരും ഡേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പൊ ആൾക്കാര് ഭയങ്കര ചൂസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ലൈഫ് പാർട്ട്ണറെ സെലക്ട് ചെയ്യുമ്പോ തന്നെ കുറെ ആൾക്കാരായിട്ട് ഡേറ്റ് ചെയ്ത് പോയിട്ട്, കാരണം ഒരുപാട് ഡിവേഴ്സ് ഇപ്പൊ കൂടി വരിക. ഇപ്പൊ നമ്മള് കല്യാണം കഴിക്കാൻ പോകുന്നതിന്റെ മുന്നേ തന്നെ കുറെ ആൾക്കാരായിട്ട് ഡേറ്റ് ചെയ്തിട്ട് നമുക്ക് പറ്റിയൊരു ക്യാരക്ടറിന് ഉള്ള ഒരു കുട്ടിനെയാണ് ഇപ്പൊ ആൾക്കാർ സെലക്ട് ചെയ്യുന്നത്. പണ്ടത്തെ പോലെ പെട്ടെന്ന് പോയി ഒരു വെള്ളം കൊടുത്ത് കല്യാണം കഴിക്കുന്നൊന്നും അല്ല ഇപ്പൊ. അതിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർ മാറി ചിന്തിക്കാൻ തുടങ്ങി. അത് നല്ലതല്ലേ? ഡേറ്റിന് പോകുമ്പോ എന്താ ശ്രദ്ധിക്കാറ്? ഞാൻ ക്യാരക്ടറാണ് നോക്കുക. ഫസ്റ്റ് ലുക്ക് തന്നെ നോക്കുക. ലുക്ക് നോക്കിയിട്ടാണ് നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്യുക. ഉറപ്പല്ലേ? എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ അതിന് ശേഷം നമ്മള് മനസ്സിലാവും ഒരാളുടെ ക്യാരക്ടർ. പല ആൾക്കാരും ഫേക്ക് തന്നെ ആയിരിക്കും. പിന്നെ ഇങ്ങനെ സമയമെടുത്ത് അത് മനസ്സിലാക്കും. എനിക്ക് എന്താന്ന് വെച്ചാൽ എനിക്ക് എന്റെ വൈബിനെ പറ്റി അതേ ആളെന്നെ ആവണമെന്നുള്ള ആഗ്രഹം. ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആളാണ് എനിക്കിഷ്ടം. എനിക്കങ്ങനെ എന്റെ മാത്രം ഒപ്പീനിയൻ ആണ്. എനിക്ക് പേഴ്സണലി ഒതുങ്ങി കൂടിയ പെൺകുട്ടികളെക്കായും ഇപ്പൊ ഈ ചോക്ലേറ്റ് റോമ ടൈപ്പ് അങ്ങനെ ഭയങ്കര ആക്റ്റീവായി ഭയങ്കര ബോൾഡായി
അങ്ങനെ ബോൾഡായിട്ട് ഡാന്ന് വിളിച്ചാ പോടാന്ന് വിളിക്കുന്ന പെൺകുട്ടികളില്ലേ, എനിക്ക് അങ്ങനത്തെ ആൾക്കാരെ ഓണേ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടപ്പോ കിട്ടുന്നുണ്ട് ഒരുപാട്. അങ്ങനെയല്ല, ആളുകളെ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട് അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ട്, പറ്റുന്നുണ്ട്. ഓക്കെ.